നാട്ടിലെ വേറൊരു ദിവസം പട്ടാപ്പകൽ 12 മണിയായപ്പോൾ ഞാൻ എണീറ്റു. കുറച്ചുപേര് ചോദിക്കും ഇനിയിപ്പോൾ പ്രാതലും ഉച്ചഭക്ഷണമൊക്കെ ഒപ്പാക്കാലോ എന്ന്. ഹേയ് നെവർ. ഇതിനെല്ലാത്തിനും വേറെ വേറെ സമയം നമ്മൾ കണ്ടെത്തണം. എണീറ്റ് പാടെ ഉമ്മ ഉണ്ടാക്കിയ ചെമ്മീൻ പുട്ടും ചെമ്മീൻ മാങ്ങാക്കറിയും കഴിച്ചു. ഒന്ന് പുറത്തിറങ്ങിയ പാടെ ദേ നിൽക്കുന്ന മാങ്ങ കക്കാൻ വന്ന കള്ളക്കൊരങ്ങൻ. അവനെ ഓടിച്ച് ഞാൻ എന്റെ പണിയിലേക്ക് കടന്നു. ഉച്ചഭക്ഷണം തയ്യാറായിരിക്കണേ. കയ്യിൽ മാനിക്യൂർ ചെയ്ത് കുത്തമ്മിനാർ പണിത് വെച്ചതുകൊണ്ട് ഉമ്മ എനിക്ക് വാരിത്തരേണ്ടി വന്നു. സൗകര്യമായി. മേലനങ്ങാതെ മൂക്കൂട്ടെ കഴിക്കാലോ. അപ്പൊ ലവ്ലി പീപ്പിളെ, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന്റെ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കുക, അത്രേ ഉള്ളൂ. യാത്രക്കിടെ പോലും എന്റെ UDC മമ്മി ബിസിയാണ്. യൂട്യൂബ് ചാനലിലേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാണ് പോലും. എങ്ങനെ ഇരിക്കണം. ഒത്തുപിടിച്ചാൽ മലയും പോലും. ഞാനും ഉമ്മയും ChatGPT കൂടെയും ഒപ്പം പരിശ്രമിച്ച് അവസാനം ഡ്രസ്സ് സെലക്ട് ചെയ്ത് തുന്നാനും കൊടുത്തു. ഷോപ്പിംഗ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ വിശപ്പിനെ കുറിച്ച് മറക്കുന്നത്. റോഡ് കൂടെ നടക്കുന്ന സമയത്ത് ഏതോ വീട്ടിൽ ഏതോ ചെടി കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചോദിക്കുകയാണ് എൻ്റെ ഉമ്മ. ശംഖിന്റെ ആകൃതിയിലുള്ള ശംഖുപുഷ്പമുള്ളൂ, ഇതില്ല. അപ്പൊ നമ്മള് കളക്ട് ചെയ്യും. കളക്ടർ വീട്ടിൽ തിരിച്ചെത്തി എല്ലാരെയും ഒരു റൗണ്ട് വെറുപ്പിച്ചപ്പോൾ അവര് പെട്ടെന്ന് തന്നെ എനിക്ക് പഴം വാട്ടിയതും ചായ എടുത്തു തന്നു. അതാവുമ്പോൾ മിണ്ടാണ്ടിരിക്കുമല്ലോ. ഉമ്മ അച്ചാർ പണിയിൽ ബിസി ആയപ്പോൾ ഇനി ആരെ വെറുപ്പിക്കുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ടത്. മേലനങ്ങാതെ തിന്നണമല്ലോ, ഇന്ന് അവരുടെ പാത്രത്തിൽ കൈയിടാന്ന് വിചാരിച്ചു. ചോറിലിങ്ങനെ വെളിച്ചെണ്ണ ഉപ്പും പൊരിച്ച മീനൊക്കെ വെച്ച് ആരെങ്കിലും ഉരുളയാക്കി വാരി തരുന്നതിന് ഭയങ്കര ഒരു രസമാണ്. നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച. പണ്ട് നമ്മൾ ഫോണിൽ കുത്തിയിരുന്നതിന് തലച്ചോറിന്റെ ഉള്ളിൽ പൊള്ളയാവും എന്നൊക്കെ പറഞ്ഞ ടീംസാണ് ഇപ്പൊ ഇരുന്ന് സ്ക്രോൾ ചെയ്ത് വിടണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ.